أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين قال الله عز وجل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كأنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ സ്നേഹധന്യരായ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സയ്യിദ് അസ്ലം മഷ്ഹൂർ തങ്ങളവറുകൾ, ഈ വേദിയിൽ ഉപവിഷ്ടരായ ആദരപ്രധാനികളായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, മഹാനായ ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളുടെ ഈ മഹത്തായ ഉറൂസിന് ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മെ സഹായിച്ച, സ്നേഹിച്ചവർ, പ്രത്യേകിച്ച് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. മുൻഗാമികളായ നമുക്ക് വഴി കാണിച്ചു തന്നവർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പവിത്രമായ ഈ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിക്കുകയും മഹാനായ വരക്കൽ തങ്ങൾ മുതൽ ഇക്കാലമത്രയും ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാരും നേതാക്കളും ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഈ പരിശുദ്ധ പ്രസ്ഥാനത്തിന്റെ കൊടിയ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും പലരും ഇന്നാറടി മണ്ണുകളിലാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിൽ മഹാനായ ശൈഖുനയുടെ ഹളറത്തിൽ നമ്മൾ ഒരുമിച്ചുകൂടി ഇതിന്റെ മിസ്ല് സവാബ് അവരുടെ എല്ലാവരുടെ ഖബറുകളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞാലും ഇതുപോലത്തെ ആത്മീയമായ മജ്ലിസുകളിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർ ഒരുമിച്ചുകൂടുന്ന മജ്ലിസുകളിൽ
നിന്ന് ദുആ കിട്ടുന്ന ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി ആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുനയുടെ പരിശുദ്ധമായ ഹളറത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞ് കാലങ്ങൾ ഇത്ര കഴിഞ്ഞും കേരളീയ മുസ്ലിം ഉമ്മത്ത് മഹാനായ ശൈഖുനായുടെ അപദാനങ്ങൾ ഇപ്പോഴും അയവിറക്കുന്നത് ആ ജീവിതം ധന്യമായിരുന്നു എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്റെ ദൗത്യം നിർവഹിക്കപ്പെട്ട ജീവിതമായിരുന്നു ശൈഖുനായുടേത് എന്ന് പറയേണ്ട കാര്യമില്ല. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ, കേരളീയ സമൂഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എന്ന മഹാമനീഷി ജീവിച്ചു തീർത്ത 4 പതിറ്റാണ്ടുകൾ, ഈ ഉമ്മത്തിന്റെ മുന്നിൽ നിന്നും നെടുനായകത്വം വഹിച്ച 4 പതിറ്റാണ്ടുകളെ മാറ്റി നിർത്തി കേരളത്തിനൊരു ചരിത്രമുണ്ടാവുകയില്ല. അത്രമേൽ കേരളീയ സമൂഹത്തിനും വിശിഷ്യ കേരളീയ മുസ്ലിം ഉമ്മത്തിന് വാക്കുകൾക്കതീതമായ സംഭാവനകൾ നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരും 1,24,000 വരുന്ന നബിമാർ, അതിനുശേഷം വന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കടന്നു വന്ന ആ പരിശുദ്ധമായ ദീനിന്റെ ദീപശിഖയെ കെടാതെ സൂക്ഷിച്ച് ആരുടെ മുമ്പിലും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ അടിയറവ് വെക്കാതെ നമുക്കൊക്കെ അഭിമാനബോധത്തോടുകൂടെ ഉയർന്നു നിൽക്കാൻ ഒരു അസ്തിത്വം ഇവിടെ ഉണ്ടാക്കി തന്നതിൽ മഹാനായ ശൈഖുനായുടെ പങ്ക് നിസ്തുലമാണ്. അതല്ലെങ്കിൽ ശൈഖുനാ ശംസുൽ ഉലമ എന്ന യുഗപ്രഭാവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ അഭിമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയാൻ ഒരുപക്ഷെ നമുക്ക് സാധ്യമായിരുന്നില്ല. അത്രമേൽ പ്രതിസന്ധികളുടെ കനൽ പദങ്ങൾ കടന്നു വന്നപ്പോ, പ്രയാസത്തിന്റെ തീച്ചൂളുകൾ കടന്നു വന്നപ്പോ അവിടുത്തെ പാണ്ഡിത്യത്തിന്റെ ഗരിമ കൊണ്ടും അവിടുത്തെ ആത്മീയതയുടെ തണൽ കൊണ്ടും ഈ ഉമ്മത്തിന് തണൽ വിരിച്ച് ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കാവൽ നിന്ന് ഏതൊക്കെ വിധേന ഉമ്മത്തിന്റെ വിശ്വാസത്തെ കൊത്തിവലിക്കാൻ നവീനവാദികളാകട്ടെ, മതനിരാസ പ്രസ്ഥാനങ്ങളാകട്ടെ, മതനിഷേധികളാകട്ടെ, ഏതൊക്കെ വിധത്തിൽ കടന്നു വന്നാലും കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനത്തോടുകൂടെ സ്ഥൈര്യമായി പറയാൻ ഒരു നാമമുണ്ടായിരുന്നു, മഹാനായ ശൈഖുൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇനി ബഹുമാനപ്പെട്ടവരുടെ കാലശേഷം നമ്മുടെ മുമ്പിൽ അവിടുന്ന് ഈ ലോകത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മഹാനുഭാവന്റെ ആത്മീയമായ ഒരു സഹായം, ആ മഹാനുഭാവന്റെ ആത്മീയമായ തർബിയത്ത്, അതുപോലെ തന്നെ ആ മഹാൻ അവിടുത്തെ ജീവിതത്തിന്റെ കാൽപ്പാടുകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന വിധം എന്തായിരുന്നു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എന്ന ജീവിതം പഠിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഹാന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നതിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ആ മഹാന്മാരുടെ ചരിത്രം പഠിക്കണം. മഹാനായ ശൈഖുന നടന്നു തീർത്ത വഴികളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു പരിശുദ്ധ ദീനെന്ന്. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ അല്ലാഹു വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക, നബിയെ അങ്ങേക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തെ പഠിപ്പിച്ചു തന്നു. എന്തിന്? മാനുസബ്ബിതു ബിഹി ഫുആദക്, നബി അങ്ങയുടെ ഹൃദയത്തിന് സ്ഥൈര്യമുണ്ടാകാൻ. കാരണം പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, കേൾവിയില്ലാത്ത വിധം ശത്രുക്കളുടെ ആരോപണങ്ങളും ആക്രമണങ്ങളും വരും. ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാര് തരണം ചെയ്ത പ്രതിസന്ധികൾ, അവരഭിമുഖീകരിച്ച ശത്രുക്കൾ, അവരെ എങ്ങനെയായിരുന്നു തരണം ചെയ്തിരുന്നത് എന്ന ചരിത്രത്തെ പഠിക്കുമ്പോൾ മാനുസബ്ബിതു ബിഹി ഫുആദക് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ ആയത്തിന്റെ അവസാനം വമൗഇദത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രത്തെ പറഞ്ഞ് വമൗഇദത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്
പാഠമാണ് ആ മഹാന്മാരുടെ ചരിത്രം. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1,24,000 വരുന്ന നബിമാർ ഏതൊക്കെ വിധത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചു എന്ന് നമ്മളും പഠിക്കണം. അതിനുശേഷം വന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും അവരനുഭവിച്ച പ്രതിസന്ധികളും അവർ തരണം ചെയ്ത ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകും, ഇന്നൊന്നും നമ്മൾ അനുഭവിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമല്ല. പരിശുദ്ധ ഇസ്ലാമിന് ഒരു കാലഘട്ടത്തിലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാലം വന്നിട്ടുമില്ല. പല രൂപത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം അതിന്റെ ജൈത്രയാത്രയെ തുടർന്നിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ മഹാന്മാരുടെ ചരിത്രമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തത് അതുമാത്രമല്ല വിശുദ്ധമായ ഖുർആൻ തന്നെ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാണ്. ഈ ആയത്ത് ഇറങ്ങിയ സമയത്താണ് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരും യമനിലേക്ക് പോവുകയാണ്. യമനിൽ പോയി അവർക്ക് എന്തു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ അവിടെ പോയി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്ത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി വഇദ്നിഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനാ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകതകൾ അതുകൊണ്ടാണല്ലോ മഹാന്മാരായ ഇമാമുമാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കലാണ് വഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുലിദ ബിമക്ക വദുഫിന ബിൽ മദീന, മക്കയിൽ ജനിക്കുകയും മദീനയിൽ അവിടുന്ന് വഫാത്താവുകയും ചെയ്തു എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ മഹാന്മാരുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അവർ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് അള്ളാഹുവിനെ പേടിച്ചു ജീവിച്ച മഹാന്മാരുടെ ജീവിതം കൊണ്ടാണ്. മഹാനായ ഖാജ തങ്ങളവറുകൾ, സുൽത്താനുൽ ഹിന്ദ് ഗരീബെ നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളവറുകളുടെ ആ പരിശുദ്ധമായ കൈ പിടിച്ചുകൊണ്ട് 90 ലക്ഷം ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത് ആ മഹാനുഭാവന്റെ ജീവിതം ദർശിച്ചതുകൊണ്ടാണ്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ട്, സ്വഹാബത്തിന്റെ ജീവിതം കണ്ട്, താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും മാതൃകാപരമായ ജീവിതം കണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് വളർന്നത്. ആ ദൗത്യമാണ് ഉലമാ നിർവഹിക്കേണ്ടത്. ആ ദൗത്യമാണ് ഉലമാഇന്റെ ഉത്തരവാദിത്വം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയല്ലോ, ഹുവല്ലദീ ബഅസ ഫീകും റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇവിടെ ഇൽമു പഠിപ്പിക്കുകയും പരിശുദ്ധ ദീനിന്റെ ആദർശങ്ങൾ പഠിപ്പിക്കുകയും ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കുകയും ഈ ഉമ്മത്തിനെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യുക ആലിമിന്റെ ദൗത്യമാണ്. അത് വളരെ ഭംഗിയായി നിർവഹിച്ച മഹാനായ ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമ എന്ന യുഗപ്രഭാവൻ നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവിടുത്തോടുകൂടെ നമുക്ക് സ്വർഗ്ഗം തരട്ടെ, അവിടുത്തെ ചാരത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൗത്യം നിർവഹിച്ചവരാണ് നമ്മൾ. ആത്മീയമായ രൂപത്തിലും അവിടുത്തെ ഇൽമിന്റെ ഗരിമ കൊണ്ടും ആദർശത്തിന്റെ ധൈര്യം കൊണ്ടും ഈ ഉമ്മത്തിന് മുന്നിൽ നിന്ന് നയിച്ചവരാണ് മഹാനായ ശൈഖുന. അത് പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ച ദൗത്യമാണ്. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ആ ഉലമാക്കൾ ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല എന്നതിനപ്പുറം ഒരു സാധാരണ ഇബാദത്ത് ചെയ്യുന്ന ആളെക്കാൾ പവിത്രതയാണ് ആർക്ക്? അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുന്ന ഉലമാക്കൾക്കുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫളലുൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിൽ പൗർണമി പോലെ തിളങ്ങി നിൽക്കുന്ന ആ ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും എത്ര വ്യത്യാസമുണ്ടോ അതുപോലെയാണ് ആലിമും സാധാരണക്കാരനും എന്ന് ഒരു ഇബാദത്ത്, ഒരു ആലിമിന്റെ ശ്രേഷ്ഠത എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വഇന്നൽ ഉലമാ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഉഖറവിയായ ഉലമാക്കൾ വറസത്തുൽ അംബിയാഇ, അല്ലാഹുവിന്റെ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശികളാണ്.
എന്താണ് അവർ അനന്തരമെടുത്തത്? അവർ അനന്തരമെടുത്തത് ഇൽമാണ്. അവർ അനന്തരമെടുത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ആ അനന്തരാവകാശം എന്നത് അതിന്റെ ധർമ്മമനുസരിച്ച്, ആ അമാനത്തനുസരിച്ച് പ്രവർത്തിക്കുക എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ച ദൗത്യം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം നമുക്കറിയാമല്ലോ. മഹാനായ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫദഖല റജുലുൻ യുസല്ലി. ഉബയ്യ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കൂടി അവിടെ വന്ന് നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ നിസ്കാരം, ആ നിസ്കരിക്കുന്നയാളുടെ നിസ്കാരം ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഫഖറഅ ഖിറാഅതൻ അൻകർ, അദ്ദേഹം ഓതിയ ഖിറാഅത്തിൽ ചെറിയ പെശകുകൾ. ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖറഅ ഖിറാഅതൻ അൻകർതുഹാ അലൈഹി, ആ നിസ്കരിച്ചയാള് നിസ്കാരത്തിൽ ഓതിയ ഖിറാഅത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന വിധത്തിലുള്ള ഓത്തല്ല അയാൾ ഓതുന്നത്. അങ്ങനെ മറ്റൊരാളും കൂടി അവിടെ വന്നു. മറ്റൊരാൾ കൂടി സുമ്മ ദഖല ആഖർ, വേറെ ഒരാളും കൂടി മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ സമീപത്ത് വന്ന് നിസ്കരിച്ചു. അയാളും ഓതിയ ഖിറാഅത്ത് മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഖിറാഅത്തല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരുടെയും നിസ്കാരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ടുപേരും നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയത് തെറ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅമറഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരോടും നബി തങ്ങൾ നിങ്ങൾ നിസ്കാരത്തിൽ ഓതിയത് ഒന്നുകൂടി ഓതാൻ പറഞ്ഞു. അവർ ഓതിക്കൊടുത്തപ്പോൾ ഫഹസ്സനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅനഹുമാ, ഓതിക്കൊടുത്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, രണ്ടുപേരും ഓതിയത് ശരിയാണല്ലോ, എന്താ തെറ്റുള്ളത്? ഉബയ്യ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, ഫസഖത ഫീ നഫ്സി മിനത് തക്ദീബ്, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ ഇസ്ലാമിനോട് വല്ലാത്ത ഒരു നിഷേധം തോന്നിപ്പോയി. ആലോചിക്കണം, മനസ്സിലാക്കണം. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഖിറാഅത്ത് അല്ല ഇവർ നിസ്കാരത്തിൽ ഓതിയത്. അപ്പൊ നബി തങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നു, ഇവർ രണ്ടുപേരും ഓതിയത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതിന് വിപരീതമാണ്. എന്നിട്ട് ഇവരെ ഞാൻ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുമ്പിൽ ഓതിക്കൊടുത്തിട്ട് ഇവർ ആ തെറ്റായ ഖിറാഅത്ത് ഓതിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെയും ശരിവെക്കുകയോ പരിശുദ്ധ ദീനിനോട് പോലും, എത്രത്തോളം എന്നാൽ വലാ ഇദ് കുൻതു ഫിൽ ജാഹിലിയ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് പോലും, ഞാനിവിടെ പറഞ്ഞു വരുന്നത് മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു എന്ന ആ മഹാനായ സ്വഹാബിയുടെ ഹൃദയത്തിൽ ഒരു പൈശാചികമായ ലാഞ്ചനകൾ വരികയാണ്. എങ്ങനെ വരുന്നു? നബി തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ വിപരീതത്തിനെ ശരിവെച്ചപ്പോ ഇതെന്ത് പരിപാടിയാണ്? എനിക്കൊന്ന് പഠിപ്പിച്ചു തരിക, അതിന് വിപരീതമുള്ളത് ശരിവെക്കുകയും ചെയ്യുക. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധ ഇസ്ലാമിനോട് നിഷേധം തോന്നിയെന്ന് മാത്രമല്ല, വലാ ഇത് കുൻതു ഫിൽ ജാഹിലിയ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും എനിക്ക് ഇസ്ലാമിനോട് ഇത്ര നിഷേധം തോന്നിയിട്ടില്ല. അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഒരു നിഷേധം തോന്നി. നമ്മുടെ മനസ്സുകളിലൊക്കെ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളൊക്കെ കടന്നു വരും. പരിശുദ്ധ ഇസ്ലാമിനോട്, എന്ത് പ്രത്യേകിച്ച് ഇസ്ലാമിനോടും ദീനിനോടുമൊക്കെ സംശയങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ തസ്കിയത്ത് ചെയ്ത, നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന, അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുത്തതിന്റെ ഒരു രൂപമാണ് പറയുന്നത്. അതിന്റെ പിൻതലമുറക്കാരാണ് അള്ളാഹുവിന്റെ ഉഖ്റവിയായ ഉലമാക്കളും ഔലിയാക്കളും. അവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വിധം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ തസ്കിയത്തു ചെയ്ത ആ മാതൃകകൾ പിൻപറ്റിയവരാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഹൃദയത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും എനിക്ക് തോന്നാത്ത വിധം പരിശുദ്ധ ഇസ്ലാമിനോട് നിഷേധം തോന്നി. നോക്കണേ, ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലാണ് തോന്നിയത്. എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് ആര് കണ്ടപ്പോ? എൻ്റെ മുഖത്തുള്ളതല്ല, എന്റെ വാക്കിലൂടെ ഞാൻ പ്രകടിപ്പിച്ചതല്ല, പിന്നെയോ
എന്റെ ഹൃദയത്തിൽ ഫസഖത ഫീ നഫ്സിഹി മിനത് തക്ദീബ്, എന്റെ ഹൃദയത്തിൽ ഇസ്ലാമിനോട് തോന്നി ആ നിഷേധത്തെ ഫലമ്മാ റആ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. മഹാനായ ശൈഖുനയുടെ ചരിത്രത്തിൽ അതില്ലേ? എടോ, നിന്റെ മുഖത്തൊരു കുഫ്രിയത്തിന്റെ ലാഞ്ചന കാണുന്നു എന്ന് പറഞ്ഞ് ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ടറിഞ്ഞിട്ടില്ലേ? നേരത്തെ ചരിത്രം നമുക്കറിയുന്നതല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉബൈ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖദ് ഗശിയനി, എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഇസ്ലാമിനോടുള്ള ഈ നിഷേധം നബി തങ്ങൾ കണ്ടപ്പോൾ, അങ്ങനെ ഹൃദയത്തിലുള്ളത് കാണാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് കാണാൻ കഴിയും. നിങ്ങളുടെ ഖുശൂഅ് പോലും, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ സുജൂദും, നിങ്ങളുടെ റുകൂഉം, നിങ്ങളുടെ ഖുശൂഉം എനിക്ക് കാണാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അഥവാ ഖൽബിലാണ് ഖുശൂഅ് ഉണ്ടാകുന്നത്, അതുപോലും മുത്തുനബിക്ക് കാണാൻ കഴിയും. ഇവിടെ ഉബൈ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ തോന്നിയത് മുത്തുനബി കാണുകയാണ്. എന്ത് ചെയ്തു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളറബ ഫീ സദ്രി, ഉബൈ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ നെഞ്ചത്തേക്ക് ഹബീബ് ഒരു അടിയടിച്ചു. ففلت عرقا وكأنما انظر الى الله عز وجل فرقا. മുസ്തഫായ തങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒരടി, എൻ്റെ നെഞ്ചത്തേക്ക് ഒരടിയടിച്ചു. ഞാൻ ആ അടി കൊണ്ടപ്പോഴേക്ക് ഞാൻ ആകെ വിയർത്തുപോയി. ഞാൻ എൻ്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നത് പോലെ ഒരു വല്ലാത്ത അനുഭൂതിയിലായി, ഒരു വല്ലാത്ത ലോകത്തെത്തിയതുപോലെയായി എന്ന് മഹാനായ ഉബൈ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുത്തു. വിശുദ്ധമായ ഖുർആനിന്റെ വ്യത്യസ്തമായ ഖിറാഅത്തുകളാണത്. അതല്ലാതെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതൊന്ന് മറ്റൊരു തെറ്റായ പഠിപ്പിക്കലല്ല, അത് വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഖിറാഅത്താണ് എന്ന് മഹാനായ ഉബൈ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസക്കീഹിം തസ്കിയത്ത് ചെയ്തു. അതിന്റെ ഒരു രൂപമാണിത്. മറ്റു പല രൂപങ്ങളുമുണ്ട്. പലരെയും ഉപദേശിച്ചിട്ടുണ്ട്. ഒരു നോട്ടം കൊണ്ട് ശരിപ്പെടുത്തിയവരുണ്ട്. ഒരു നോട്ടം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോഴേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ നൂറൊളി കാണുമ്പോഴേക്ക് പരിശുദ്ധ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയവരുണ്ട്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ ആ പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ച ദൗത്യമാണ് തസ്കിയത്ത്. ആ തസ്കിയത്ത് എന്ന ദൗത്യം ഈ ഉമ്മത്തിന്റെ ഈമാനിനെ കാവൽ നിന്നുകൊണ്ട് 4 പതിറ്റാണ്ടുകാലം നിർവഹിച്ച് നമുക്ക് മുമ്പിൽ ചരിത്ര പുരുഷനായി കടന്നുപോയവരാണ് മഹാനായ ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ സരള സുന്ദരമായ ഭാഷയിൽ ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ. അതിനാരുടെ മുമ്പിലും അടിയറവ് വെച്ചിട്ടില്ല. സ്ഥൈര്യത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ, ആർജവത്തോടുകൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പരിശുദ്ധമായ ആദർശത്തെ പ്രബോധനം ചെയ്ത് പഠിപ്പിച്ച് ഈ ഉമ്മത്തിന്റെ മുഖ്യധാരാ പ്രസ്ഥാനമായി, പ്രത്യേകിച്ച് ലിബറലിസം കാടുകയറി കടന്നു വന്ന ഈ കാലഘട്ടത്തിൽ, അൾട്രാ സെക്യുലാറിസം കാട് കയറി കടന്നു വന്ന് അടുക്കളക്കകത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ പലരും ഞാനൊരു അൾട്രാ സെക്യുലാറിസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ, ഞാൻ അങ്ങനെ ഒരു മുസ്ലിം ഒന്നുമല്ല, എനിക്ക് ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ തെളിയിക്കാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തി ബലി കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധ ഇസ്ലാമിനെ മുഖ്യധാരാ പ്രസ്ഥാനമായി ഇവിടെ കൊണ്ടു നടന്ന് ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാതെ ഈ ഉമ്മത്തിന് അഭിമാനത്തോടുകൂടെ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ സമസ്തയുടെ പിൻഗാമിയാണ്, പരിശുദ്ധ സമസ്തയുടെ പ്രവർത്തകനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന വിധം ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഇന്നും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കാണിച്ചു തന്ന ആ പാതയിലൂടെ മുന്നേറുകയാണ്. അവിടെ ബിദ്അത്തിന്റെ ലാഞ്ചനകൾ പല രൂപത്തിലും കടന്നു വന്നല്ലോ. ഒരു കോംപ്രമൈസും അവരോട് ചെയ്തിട്ടില്ല. ആ ഇസ്ലാമിന്റെ ഒരു ശത്രുവിനോടും ഒരു കോംപ്രമൈസും ചെയ്യാതെ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അംഗീകരിക്കുകയും ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് എല്ലാ വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തിയല്ലോ. 60-ാം വാർഷികത്തിലെ ശൈഖുനാ ശംസുൽ ഉലമയുടെ ആ ഒരൊറ്റ പ്രഭാഷണം മാത്രം കേട്ടാൽ ആരായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമയെന്നും അവിടുത്തെ ദീർഘവീക്ഷണം എന്തായിരുന്നു എന്നും ഈ ഉമ്മത്തിന്റെ ചലനങ്ങളിൽ ആ സൂക്ഷ്മദൃക്കായ മഹാനുഭാവനായ പണ്ഡിതന്റെ ആ ദീർഘദൃഷ്ടിയും അവിടുത്തെ ആ ഒരു
അവിടുത്തെ ആ ഒരു ശ്രദ്ധയും ജാഗ്രതയും എത്രയുണ്ട് എന്ന് ആ 60-ാം വാർഷികത്തിലെ പ്രഭാഷണം കേട്ടാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള വലിയ വലിയ മഹാന്മാർ ഇരിക്കുമ്പോൾ ഉദ്ഘാടന ഭാഷണത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ ആദരിക്കാനും അംഗീകരിക്കാനും ഇവിടുത്തെ ഗവൺമെന്റുകളോടുകൂടും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അഭിമാനത്തോടുകൂടെ ആർജവത്തോടുകൂടെ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോട് പോലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞത്, ഇവിടെ ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ ഉയർത്താനുണ്ട്. ഇവിടെ ഇസ്ലാമികമായ വല്ല കാര്യത്തിലും നിങ്ങൾ കൈയിടുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിപ്രായമാരായണം, എല്ലാ ഭരണകൂടവും അത് ശരിക്കും മനസ്സിലാക്കണമെന്ന് ആ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60-ാം വാർഷികത്തിൽ ഉദ്ഘാടന ഭാഷണം നടത്തുമ്പോ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോട് പറഞ്ഞു. മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പൈതൃകം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ഈ രാജ്യത്തിന്റെ ചരിത്രം സമം തെറ്റാതെ അവതരിപ്പിച്ചു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചേരമാൻ പെരുമാളുടെയും അതുപോലെ പെരുമാക്കന്മാരുടെയും ഭരണമുണ്ടായിരുന്നു. അതേ സമയത്ത് സാമൂതിരി മഹാരാജാക്കന്മാരും ഭരിച്ചിരുന്നു. അന്നിവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിന്നിരുന്നു. യാതൊരുവിധ വർഗീയതക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. ആ അവസ്ഥ ഇവിടെ നിലനിൽക്കണം. ഇതിന് നാം ഉണർന്നു ചിന്തിക്കണം. സാമുദായിക സൗഹാർദ്ദം അഥവാ ഹിന്ദു മുസ്ലിം മൈത്രി നിലനിൽക്കണമെങ്കിൽ ഓർക്കണേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60-ാം വാർഷികത്തിൽ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്, ഇവിടെ മതസൗഹാർദ്ദം ഹിന്ദു മുസ്ലിം മൈത്രി നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്ത് നിലനിർത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് മഹാനായ ശൈഖുന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ദീർഘവീക്ഷണം കൊണ്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. കാരണം ഈ മുസ്ലിം സമൂഹത്തിന്റെ മേലിൽ പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും ആരോപിക്കപ്പെടുന്ന കാലമാണ്. ചില ആളുകൾ അതിന് വടികൊടുത്ത് ദമ്മാജിലേക്ക് കാടുകയറി ആടുമേക്കാൻ പോയി ഈ ഉമ്മത്തിന് മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനം നടത്തിയ വഹാബിസം അടക്കമുള്ള ഒരു വിദണ്ഡ ശക്തികളോടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ പണ്ഡിതന്മാർക്കും രാജിയാകാൻ കഴിയില്ല. ആർക്കും അത്തരം ഒരു സമീപനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിപ്പിച്ചതല്ല. അവരോടൊക്കെ എങ്ങനെ സമീപിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് അതീവ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? അത് അവരോടുള്ള മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രശ്നമല്ല. അവരോട് നമുക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമല്ലയുള്ളത്, മറിച്ച് ആദർശമാണ്. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കണം. ആ ഒരു വിഷയമാണ്. അത് ഈ ഉമ്മത്തിന്റെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ ജിഹാദൻ വലാ സറഫ. ഒരു ബിദ്അത്തിന്റെ അഹ്ലുകാരിൽ നിന്ന്, ഒരു ബിദ്അയിൽ നിന്ന് അവന്റെ നിസ്കാരമോ അവന്റെ നോമ്പോ അവന്റെ ഹജ്ജോ അവന്റെ ഉംറയോ അവന്റെ ഒരു ഇടപാടുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതിനെ ഗൗരവം കുറച്ച് കാണാൻ പറ്റുമോ? ഇവരുടെ തോളിൽ കൈയിട്ട് സാമ്പാർ വെക്കാൻ നടന്നിട്ട് അതിനൊക്കെ ശംസുൽ ഉലമക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിനെയൊക്കെ നിസാരവൽക്കരിക്കാൻ ആരു തന്നെ ശ്രമിച്ചാലും ശരി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശബോധമുള്ള പ്രവർത്തകരും പണ്ഡിതന്മാരും അത് ഉൾക്കൊള്ളുകയില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു ബന്ധവും ഒരാളോടും കാത്തു സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചല്ലേ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ജീവിച്ചത്. അവിടുത്തെ ഒരു പ്രഭാഷണത്തിലും ഈ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയാതെ, അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളെ കുറിച്ച് പറയാത്തൊരു പ്രഭാഷണമില്ലല്ലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ സ്ഥാപിക്കുന്ന പ്രഭാഷണങ്ങളാണ്. മഹാനായ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹുവേ അവരുടെ ഉഖ്റവിയായ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരു അനുസ്മരണം രേഖപ്പെടുത്തുന്നുണ്ട്. ആ അനുസ്മരണത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ബുഖാരി ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ടവർ ഇസ്തിഗാസയെ സ്ഥിരപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ഓർമ്മകളെ അയവിറക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ക്ലാസുകളിലൂടെ ജനങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനം ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. ഇനി ദീർഘിപ്പിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പഠിപ്പിച്ചു കൊടുത്ത ഒരു ശൈലി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അള്ളാഹു കൊടുത്ത ഉഖ്റവിയായ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഒരു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞിരുന്നു, വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനായ അങ്ങയിലേക്കല്ലാതെ മറ്റാരേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്? ഞങ്ങൾ ആരിലേക്ക് ഓടിപ്പോകാനാണ്? ഞങ്ങൾക്കൊരു പ്രയാസവും പ്രതിസന്ധിയും വന്നാൽ ഞങ്ങൾ അങ്ങയിലേക്കല്ലാതെ മറ്റാരോട് അഭയം തേടും? മറ്റാരിലേക്ക് ഞങ്ങൾ പോകും? ഇത് പാടിയിട്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇസ്തിഗാസ പോലെയുള്ള ഇവിടെയുള്ള വഹാബികൾ പഠിപ്പിക്കുന്ന ആശയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ഈ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ ആദർശങ്ങളെ ഊട്ടിയുറപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ സ്വർഗം തരട്ടെ, ശൈഖുനായോട് കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഇവിടെ കാണിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു മാർഗം, ആദരവിന്റെ, ബഹുമാനത്തിന്റെ, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ ഔലിയാക്കളെ കുറിച്ച് പറയാത്ത പ്രഭാഷണം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്കില്ല. കാരണം എന്താ? അതിലൂടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ആ മാധുര്യം ഇവിടെ നിലനിൽക്കുന്നത്, പരിശുദ്ധ ദീനിന്റെ പ്രബോധനം ഇവിടെ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ ഉഖ്റവിയായ ഉലമാക്കളിലൂടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ്. അതൊക്കെ ഇവിടെ സ്ഥിരപ്പെടുത്തി നമുക്ക് ഉജ്ജ്വലമായ ഒരു മാർഗം ഇവിടെ വരച്ചു കാണിച്ചു തന്നയാളാണ്, വരച്ചു കാണിച്ചു തന്ന മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഒരു ചെറിയ രൂപത്തിൽ പോലും ഇത്തരം അബദ്ധ ചിന്തകൾ കടന്നു വരാതിരിക്കാൻ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവർക്കൊപ്പം നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഒരു സിലബസ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോലും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇടപെട്ടു. കാരണം അത് നമ്മുടെ വിദ്യാർത്ഥികളിൽ മറ്റു പല ചിന്തകൾക്കും കാരണമാകുമെന്ന് പറഞ്ഞ് അതീവ ഗൗരവത്തോടുകൂടെ ഇടപെടേണ്ടിടത്ത് ഇടപെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു നിരക്കാത്ത, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ ആദർശങ്ങൾക്കു നിരക്കാത്തത് ആരു ചെയ്താലും അതൊന്നും ശംസുൽ ഉലമക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പൊ ചില ആൾക്കാർക്ക് മാത്രം കുഴപ്പം എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണെങ്കിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ചരിത്രം അറിഞ്ഞവരും പഠിച്ചവരും കണ്ടവരുമൊക്കെ ഇന്നും ശൈഖുനാ ോട് സഹവസിച്ചവരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത്തരം അല്പത്തരങ്ങൾ പറയുന്നവർ മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കാർന്നു തിന്നാനും അത്തരം ആളുകളോടുകൂടെ സാമ്പാർ ഉണ്ടാക്കാനും ശ്രമിച്ചാൽ അതിനെയൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം സമസ്ത ഇവിടെ രൂപീകരിച്ചത് അതിനാണ്, മഹാനായ വരക്കൽ തങ്ങൾ കഷ്ടപ്പെട്ടത് അതിനാണ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓടി ഓടി നടന്ന് ക്ഷീണിച്ചത് ഇതിനു വേണ്ടിയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വരെ, മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വരെ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള ഈ അടുത്ത് നമ്മളൊക്കെ കണ്ട് നമ്മോട് മൺമറഞ്ഞു പോയ ഈ മഹാരഥന്മാരൊക്കെ വിയർപ്പൊഴുക്കിയത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ സുന്ദരമായ ആദർശം ഇവിടെ നിലനിൽക്കാനും അതിൽ ആ കാർക്കശ്യത അതുപോലെ തന്നെ നിലനിർത്തണം. ആദർശത്തിന്റെ വിഷയത്തിൽ ആ കാർക്കശ്യത അതുപോലെ നിലനിർത്തണം. അതിനെ ലഘൂകരിക്കാനാണ് ചില ആളുകളൊക്കെ ശ്രമിക്കുന്നത്. അത്തരം ലഘൂകരണത്തിന് ആരു തന്നെ ശ്രമിച്ചാലും ശരി, അതൊന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ആ ദിശാബോധം കണ്ടു വളർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മൺമറഞ്ഞുപോയ മഹാമനീഷികളോടുകൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ആ മഹാനുഭാവന്റെ ഖദമിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഇത്തരം ആത്മീയമായ മജ്ലിസിൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട നമ്മുടെ പല സ്നേഹജനങ്ങളുമുണ്ട്. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശൈഖുനായുടെ ഈ സദസ്സിൽ വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവരുണ്ട്. രോഗികളുണ്ട്, മാനസികമായ, ശാരീരികമായ, പൈശാചികമായ, ഹിസ്സിയും മാനവിയും
മാനവീയമായ പലവിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളിരിക്കുന്ന ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, മഹാനായ ശൈഖുനായുടെ ബറക്കത്തുകൊണ്ട്, ഞങ്ങളിവിടെ പറഞ്ഞത് അവിടുത്തെ ആപദാനങ്ങളാണ്, മദ്ഹുകളാണ്, അതിന്റെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ആലിമീങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇസ്സത്തും ഇഫ്ഫത്തും എല്ലാം നൽകി ആഫിയത്തും ദീർഘായുസ്സും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ സംഘപ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നു നേതൃത്വം നയിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഊതിക്കാച്ചി പാകപ്പെടുത്തി സമസ്തക്കു സമ്മാനിച്ച മഹാനായ ഞങ്ങളുടെ നേതാവ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹുവേ നീ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഹിമ്മത്ത് കൊടുക്കണേ റഹ്മാനെ, ഇസ്സത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും ഹിമ്മത്തോടെ മുന്നിൽ നിന്ന് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമസ്തക്കു കരുത്തു പകരാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും സയ്യിദന്മാർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ സാധുവിനെയും എൻ്റെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബങ്ങളെ ഉൾപ്പെടുത്തണം. ഈ സാധുവിന്റെ ദുആയിൽ നിങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.